إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാൻ നമ്മുടെ മുമ്പിൽ സമാഗതമാവാൻ ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. പരിശുദ്ധ റമദാൻ നമ്മുടെ മുമ്പിൽ വരുന്നത് എന്തിനാണ്? ഒന്ന്, നമ്മളെ നന്നാക്കാനാണ്. നമ്മളെ നന്നാക്കി തീർക്കാനും നമുക്കൊരുപാട് പ്രതിഫലങ്ങൾ അതുവഴി ലഭിക്കാനാണ്. പരിശുദ്ധ റമദാൻ നമ്മുടെ അടുത്ത് വന്നതുകൊണ്ട് മാത്രം നമ്മളൊന്ന് നന്നാവുമെന്ന് വെച്ചാൽ അതിനൊന്നും ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു അവസരമാണ്, ഒരു സുവർണ അവസരമാണ്. ഉപയോഗിക്കുന്നവർക്ക് നന്നാൻ പറ്റും. അങ്ങനെയാണ്. അതിനെ ശരിക്ക് സ്വീകരിക്കുന്നവർക്ക്, ഉപയോഗിക്കുന്നവർക്ക് വലിയൊരു അവസരമാണ്. റമദാൻ എന്തിനാ വരുന്നത്? അതിനൊന്ന് പറഞ്ഞാലോ, ഒന്ന് തഖ്വ ഉണ്ടാക്കാൻ. അങ്ങനെയല്ലോ, നമുക്ക് തഖ്വ ഉണ്ടാക്കാനാണ്. ലഅല്ലക്കും തത്തഖൂൻ എന്നാണ് നോമ്പിനെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, തഖ്വ ഉണ്ടാക്കാൻ. അപ്പം അതിനെന്താ ചെയ്യേണ്ടത്? അതിന് ചിലത് ചെയ്യണം. അതിലൊരു കാര്യം മാത്രമേ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റമദാനൊക്കെ അല്ലേ വരുന്നത്, അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നാവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. തഖ്വയും നാവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഖുതുബ നടത്തുമ്പോഴൊക്കെ, പ്രസംഗിക്കുമ്പോഴൊക്കെ ഓതുന്ന ഒരായത്താണിത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്നാണ്. അപ്പോൾ തഖ്വയാണ്. സത്യവിശ്വാസികളെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം. പിന്നെ പറയണത് തഖ്വയായിട്ട് നല്ല ബന്ധമുണ്ട് നാവിന് എന്നുള്ളത്. ഇത് എല്ലാ പ്രസംഗത്തിൻ്റെ ആമുഖത്തിൽ നടത്തുന്ന ഓതുന്ന ഒരായത്താണ്. വഖൂലു ഖൗലൻ സദീദ, നല്ല വാക്ക് പറയുക. അപ്പം നാവ് തഖ്വയായിട്ട് നല്ല ബന്ധമുണ്ട്. നാവിനെ നല്ല നിലക്ക് ഉപയോഗിക്കണ്ടേ, നല്ല വാക്ക് പറയാൻ. ഇത് ചെയ്താൽ യുസ്ലിഹു ലക്കും അഅമാലക്കും, നിങ്ങളെ അമലുകളൊക്കെ അല്ലാഹു നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. വമയുതിഇല്ല, അങ്ങനെ അല്ലാഹുവിനെ, അവലെ റസൂൽ, അവൻ്റെ ദൂതനെയും ആരെങ്കിലും അനുസരിച്ചാൽ ഫഖദ് ഫാസ ഫൗസൻ അദീമ, അവന് വലിയ വിജയം വരിച്ചിരിക്കുന്നു, വലിയ വിജയം നേടിയിരിക്കുന്നു. അപ്പം ഇവിടെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ ഈമാൻ ശരിയാണ്, പിന്നെ അവർ ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ. ഇവിടെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അത് മുഅ്മിനുകളെ പറ്റിയുള്ള പറയണം. അതുപോലെ ഇനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സൽക്കർമ്മം ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
അതാണ് ഇവിടെ പറഞ്ഞത്. അതിന് ഞാനൊരു ഹദീസ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തായാലും ചോദ്യം എന്നറിയാം, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന, എന്നെ നരകത്തിൽ നിന്ന് അകറ്റുന്ന കാര്യം നിങ്ങൾ പറഞ്ഞു തരണം. ഇതാണ് നബിയോട് പറയുന്നത്. എന്നെ സ്വർഗത്തിലെത്തിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റുന്ന കാര്യം എനിക്ക് പറഞ്ഞു തരൂ. അപ്പോൾ നല്ലൊരു കാര്യമാണല്ലോ ചോദിച്ചത്. അതിനുത്തരം നമുക്കൊക്കെ അറിയാം, എന്താണ് ചെയ്യേണ്ടത്. നല്ല റസൂല് പറയാണ്, നിങ്ങൾ നോക്കി. ആദ്യം തന്നെ നബി പറയാ, അത് ചെയ്യണവർക്ക് വളരെ ലളിതമാണ്, ഒരു പ്രശ്നമില്ല. വൈന്നവല യസീർ അലാമൻ യസ്റഹു, അത് വളരെ ലളിതമായ കാര്യമാണ് ചോദിച്ചത്. അപ്പൊ സ്വർഗത്ത് പോണ കാര്യം വളരെ ലളിതമായ കാര്യമെന്ന് പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞത്? തഅബുദുല്ലാ, നീ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കണം. വലാ തുശ്രിക് ബിഹി ഷൈഅൻ, അവനിൽ യാതൊന്നിനും പങ്കു ചേർക്കരുത്. ഇതിപ്പോ നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വിശ്വാസം അതിനനുസരിച്ച് കർമ്മം വരരുത്, ഏത് ശിർക്കൻ കർമ്മം വരരുത്. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കുക, അത് ലളിതല്ലേ? എന്താ അതിന് ബുദ്ധിമുട്ട്? അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കുക, എന്താ ബുദ്ധിമുട്ട്? ശിർക്ക് വരരുത് ഇബാദത്തിൽ. മറ്റുള്ള ഇസ്തിഗാസ, സഹായം തേട്ടം, പ്രാർത്ഥനകൾ, നേർച്ചകൾ, ഇതൊക്കെ അള്ളാഹ്ക്ക് മാത്രമാക്കുക. ഏതൊരു ഇബാദത്തും അത് റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാക്കുക. അതായത് സൃഷ്ടികൾക്ക് ഇതിൽ പങ്ക് പറ്റില്ല, അതിൽ യാതൊന്നിനും പങ്കു ചേർക്കരുത്. അപ്പൊ അത് തൗഹീദ് പറഞ്ഞിട്ട് പിന്നെ പറയാണ്, പിന്നെ തുഖീമുസ്സലാ, നീ നിസ്കാരം നിർവഹിക്കണം. അപ്പൊ എല്ലാവർക്കും അറിയണല്ലത് വാഹിദായ ഒരാളടുത്തും ചെയ്യേണ്ട പണിയാണ് നിസ്കരിക്കുക. 5 നേരം കൃത്യമായിട്ട് നിസ്കരിക്കുക. പിന്നെ ഇസ്ലാമിന്റെ കാര്യം എന്താണ്? അത് അവിടുന്ന് പറഞ്ഞപ്പോൾ തൂത്തി സക്കാത്ത് കൊടുക്കുക, പണമുള്ളവർ സമ്പത്തുള്ളവർ നിസാബത്ത് കൊടുക്കണം. വതസൂം റമദാൻ, പിന്നെ റമദാനിലെ നോമ്പെടുക്കണം. വതഹജ്ജുൽ ബൈത്ത്, ഹജ്ജ് ചെയ്യണം. അപ്പോ ഇമാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറഞ്ഞു. സുമ്മക്കാല, പിന്നെ ഒന്നുകൂടി നബി പറഞ്ഞു കൊടുക്കുകയാണ്. അല അതുല്ലക അല അബ്വാബിൽ ഖൈർ, നന്മയുടെ കവാടങ്ങളെപ്പറ്റി ഞാൻ നിന്നെ അറിയിച്ചു തരാം. അദ്ദേഹം ഇവിടെ താല്പര്യത്തിൽ, അതെ, എന്തൊക്കെയാണ് കവാടങ്ങൾ? അസ്സോമു ജുന്ന, നോമ്പ് പരിചയാണ്, നരകത്തിൽ നിന്ന് തടുത്തു നിർത്തുന്ന പരിചയാണ്. വസ്സദഖത്തു, ദാനം, സക്കാത്താണ് അല്ലാത്ത ദാനാണെങ്കിലും. തുത്ഫിയു അൽ ഖതിയ, തിന്മകളെ അത് കെടുത്തിക്കളയും. കമാ യുത്ഫിയു നാർ അൽമാ, വെള്ളത്തെ തീ കെടുത്തുന്നത് പോലെ. ഇതൊക്കെ ചുരുക്കി നബി തിരുമേനി ഇങ്ങനെ പറയാം, നന്മയുടെ കവാടങ്ങൾ. വസ്സലാത്തുർ റജുൽ ഫി ജൗഫിൽ ലൈൽ, രാത്രിയുടെ ഉള്ളിൽ അവസാന യാമത്തിലൊക്കെ എല്ലാവരും ഉറങ്ങുമ്പോൾ ഒരു മനുഷ്യൻ നമസ്കരിക്കുക, അതും പാപങ്ങളെ കെടുത്തിക്കളയും. എന്നിട്ട് നബി തിരുമേനിയെ സൂറത്ത് സജദയിലെ ഒരു വചനം ഓതി, തത്തജാഫാ ജുനൂബുഹും അനിൽ മളാജി, അവരുറങ്ങുന്ന സ്ഥലത്ത് നിന്ന് അവരുടെ പാർശ്വങ്ങളാകലും എഴുന്നേൽക്കും. ആ സമയമൊക്കെ ഉറങ്ങാൻ നല്ല സമയമാണ്, എഴുന്നേൽക്കാൻ കഴിയില്ല. പക്ഷെ ആ നേരം ഇവർ എഴുന്നേറ്റും, ഒതുകൊടുക്കും, നമസ്കരിക്കും. എന്നിട്ട് റബ്ബിനോട് യദൂന റബ്ബഹും ഖൗഫൻ വ തമാൻ, അവര് ഭയം കൊണ്ടും അതുപോലെ പ്രതീക്ഷ കൊണ്ടും രണ്ടും ഉണ്ടാവണം. റബ്ബിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആ ആയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഓതിയത്. എന്നിട്ട് പിന്നെ അടുത്ത ചോദ്യം നബി തിരുമേനി ചോദിക്കുകയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട്. എന്താ ചോദ്യം? അലാ അദുല്ലുക അലാ ഉഖ്ബിറുക ബിറഅസിൽ അംർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വഅമൂദു, അതിന്റെ തൂണ്. വദിർവത്തു സിനാമിഹി, അതിന്റെ കൊടുമുടി. ഇത് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പറയണൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ പ്രധാനപ്പെട്ടാണ് വേറെന്തൊക്കെയോ വിചാരിക്കുകയാണെങ്കിൽ അതൊന്നല്ല നബി പറയണം. ഏറ്റവും പ്രധാനം റസൂൽ അംർ അൽ ഇസ്ലാം, ഏറ്റവും പ്രധാനം ഇസ്ലാമാണ്. ഒരാൾ മുസ്ലിം ആകാം, ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ അടിയിൽ ഉണ്ടാകും. വഅമൂദ, ഇസ്ലാമിന്റെ തൂണ്. അസ്സലാ, നമസ്കാരമാണ്. വദിർവത്ത് സിനാമി, അതിന്റെ കൊടുമുടി. അതെന്താ? അൽ ജിഹാദ്, ജിഹാദാണ്. എന്തൊക്കെ വന്നു? ദീന് വന്നു, അതിനെപ്പറ്റി അറിയൽ വന്നു, ജീവിതത്തിൽ പകർത്തൽ വന്നു. എന്നിട്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണ പണിയാണ് ജിഹാദ് എന്നൊക്കെ പറയണം. അതാണ് കൊടുമുടി എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു. എന്നിട്ട് വീണ്ടും ഇങ്ങനെയൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്തൊക്കെ പറഞ്ഞിവിടെ
തൗഹീദ് പറഞ്ഞു, ശിർക്ക് വരരുതെന്ന് പറഞ്ഞു, ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞു, എന്നിട്ട് ആ കാര്യങ്ങളിലെ ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു, അതൊക്കെ ജീവിതത്തിൽ വേണമെന്ന് പറഞ്ഞു, അതൊക്കെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണ പണിയൊക്കെ പറഞ്ഞു. ഇതൊക്കെ ചെയ്യുന്നവർ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് ഈ പറയണത്. ഇതൊക്കെ ചെയ്യുന്നവർ അഖീദക്ക് കുഴപ്പമില്ല, നല്ല വിശ്വാസമാണ്, ഇസ്ലാമിന്റെ അടിത്തറകളൊക്കെ ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഇതിനൊക്കെ നമുക്ക് അധീനമാക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ എന്നാണ്. അപ്പൊ പറഞ്ഞു, അതെ പറഞ്ഞു തരൂ പ്രവാചകരെ. എന്നിട്ട് നബിന്റെ നാവ് ഇങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് മുആദ് ബിൻ ജബലിനോട് പറയാ, കുഫ അലൈക ലിസാനക, ഈ നാവ് നീ സൂക്ഷിച്ചോന്ന്. അപ്പൊ അദ്ദേഹത്തിന് അത്ഭുതം, ഇത്ര സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഇനിയിപ്പോ നാവ് കൊണ്ട് വൽങ്ങനെ വല്ലതും പറഞ്ഞാൽ അതൊക്കെ പ്രശ്നമാവുമ്പോ അപ്പൊ റസൂല് പറയാ, വഹൽ യകുബ്ബുന്നാസ അലാ വുജൂഹിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം, മനുഷ്യൻ നരകത്തിൽ മുഖം കുത്തി വീഴ്ത്തുന്നത് അവന്റെ നാവ് സമ്പാദിച്ചതല്ലാതെ പിന്നെ വല്ലതും ആണോ എന്നാ ചോദിക്കുന്നത്. അപ്പൊ നാവ് മഹാ അപകടമാണ്. അത് പല രൂപത്തിൽ നമ്മുടെ ദീന് പറയുന്നുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന വേണം. ഇതെന്നെ അപകടപ്പെടുത്തുന്നതാണോ ആലോചിക്കണം, നല്ലൊരു പദ്ധതി തന്നെ തയ്യാറാക്കണം എന്നാണ്. സംസാരിക്കുന്നതിന് മുമ്പ് നല്ല ജാഗ്രത വേണം, ആലോചിക്കണം ഇത് ഗുണകരമാവുമോ, ഈ സംസാരം ഗുണമുള്ളതാണോ, അള്ളാഹ് തൃപ്തിയുള്ളതാണോ, അതല്ല ഈ സംസാരം വേറൊരുത്തനെ വേദനിപ്പിക്കുന്നതാണോ, അല്ലെങ്കിൽ ഈ സംസാരം അത് നമീമത്തിന്റെ വകുപ്പിൽ പെടുമോ, ഈ സംസാരം ഗീബത്തിന്റെ വകുപ്പിൽ പെടുമോ, ഈ സംസാരം അങ്ങ് പുറത്തു പോയാൽ മറ്റുള്ളവന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത അവനിൽ പക തീർക്കുന്ന ഒരു വാചകമായി മാറുമോ. ഞാൻ തമാശ എന്ന് പേരിട്ടാലും അത് മറ്റുള്ളവർക്ക് തമാശയാവുന്നില്ലെങ്കിൽ അതിന് തമാശ എന്നല്ല ഇസ്ലാമിൽ പറയാം. നല്ല ആലോചിക്കണം, നമ്മളെ തകർക്കും നമ്മുടെ നാവ്. നമ്മുടെ നാവ് മറ്റുള്ളവരെ തകർക്കുന്നതിനേക്കാൾ ആദ്യം തകർക്കുക നമ്മളെയായിരിക്കും. അതേപോലെ നോമ്പൊക്കെ വരുന്നതിന്റെ മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട ചില വിഷയമുണ്ട്. പലരും ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, മല്ലി വാങ്ങൽ തുടങ്ങിയിട്ടുണ്ട്, മുളക് വാങ്ങൽ തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ പച്ചരി വാങ്ങിയിട്ട് അതിന് പൊടിപ്പിക്കാനുള്ള പണികളിലൊക്കെയാണ് ഓരോരുത്തർ. ചിലർ വീടിന് പെയിന്റ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനേക്കാളൊക്കെ നമ്മൾ ഒരുങ്ങേണ്ട ചില വിഷയങ്ങളാണ് ഇസ്ലാം നമ്മോട് പറയണത്. നമ്മുടെ നാവ് നമ്മെ തകർക്കും. നമ്മുടെ നാവിനെ നിയന്ത്രിക്കാനും അതിനെ നന്നാക്കാനൊക്കെ ഉള്ള ട്രെയിനിങ് കൂടിയാണല്ലോ നോമ്പ്. വേറെയും പലതും ഉണ്ട്. ഇന്ന് ഞാൻ നാവിനെ പറ്റി മാത്രം പറഞ്ഞേ ഉള്ളൂ. ഇതിനെപ്പറ്റി ഒരു കവി പറഞ്ഞെങ്ങനെയാന്ന് പറയുന്നത്, ആശയം ഇങ്ങനെയാണ്: മനുഷ്യ ഇഹ്ഫദ് ലിസാനക, നീ നിന്റെ നാവിനെ സൂക്ഷിക്കുക. അയ്യുഹൽ ഇൻസാൻ, ഹേ മനുഷ്യ, ലാ യൽദഗന്നക ഇന്നഹു സൗബാൻ, അത് നിന്നെ കടിക്കാതിരിക്കട്ടെ, അത് വിഷസർപ്പമാണ്. നമ്മുടെ നാവിനെ പറ്റി പറയാ, നമ്മളെ കടിച്ചു തകർക്കുന്ന വിഷപ്പാമ്പാണ് നാവ്. കംഫിൽ മഖാബിർ മിൻ ഖതീലി ലിസാനിഹി കാനതഹാബു ലിഖാഉഹു അശ്ശുജാനും. എത്ര മനുഷ്യരുണ്ട് നാവിന്റെ കടിയേറ്റ് കബറുകളിൽ മരിച്ചു കിടക്കുന്നത്. ഒരുപാട് ആൾക്കാർ അവര് ഈ ലോകത്ത് ജീവിച്ചിരുന്ന കാലത്ത് വീരശൂര പരാക്രമികളായിരുന്നു. അതവിടെ പറയുന്നത് കാനതഹാബു ലിഖാഉഹു അശ്ശുജാൻ, ആ വ്യക്തികളെ കാണാൻ ധീരന്മാർക്ക് പോലും പേടിയായിരുന്നു. അത്ര വലിയ ആൾക്കാർ അവരുടെ തന്നെ നാവിന്റെ കടിയേറ്റ് മരിച്ചു കിടക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. അവരിവിടുന്ന് വലിയ ആൾക്കാരെ നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ ഖബറിന്റെ ലോകത്ത് അവരെ നാവ് സമ്പാദിച്ചത് കൊണ്ട് അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെ പറ്റിയാണ് പറയുന്നത്. പിന്നെയോ മൻകാന യുമിനു ബില്ലാഹി ഫലാ യഖുൽ, ആരെങ്കിലും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ കാര്യമില്ല. ഞാൻ വലിയ വിശ്വാസിയാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. വിശ്വാസികളൊക്കെ തകർക്കുന്ന ഒരു വിഷയം പറയണേ. അവർക്കൊരു പക്ഷേ നല്ല ആരാധനകൾ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരാം, അവർ ചില ഹറാമുകളിൽ മാറി നിന്നു വരാം. പക്ഷെ അവർക്കിതാ അവരുടെ നാവിന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫലാ യഖുൽ ഇല്ലല്ലദീ യർലാ ബിഹിർ റഹ്മാൻ, അള്ളാഹു റഹ്മാൻ തൃപ്തിപ്പെടുന്ന കാര്യമല്ലാതെ പറയാതിരിക്കുക എന്നാണ്. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമ്മൾ പലപ്പോഴും കണ്ടൊരു കാര്യം എന്താ, മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫല്യഖുൽ ഖൈറൻ, നല്ലത് പറയട്ടെ, അല്ലെങ്കിലോ ഔലിയസ്മുദ്, അല്ലെങ്കിൽ മിണ്ടണ്ടാന്ന്. നല്ലത് പറയാം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക റസൂൽ പറഞ്ഞ കൽപ്പനയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞ കൽപ്പനയാണ്. അതുകൊണ്ട് നാവിന്റെ വിഷയം നമ്മുടെ ഇപ്പൊ തന്നെ ഒന്ന് തീരുമാനിക്കും, ഇപ്പൊ തന്നെ തുടങ്ങുക. അങ്ങനെയാ, റമദാനൊന്നും കാത്തിക്കണ്ട, ഇപ്പൊ തന്നെ തുടങ്ങുക. സംസാരിക്കുമ്പോൾ നാവിന് ശ്രദ്ധിക്കാം.
ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട, ആവശ്യമുള്ളത് മാത്രം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞൊരു മനുഷ്യൻ നേരം വെളുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റുള്ള അവയവങ്ങളൊക്കെ അവരോട് ഇങ്ങനെ പറയും, കയ്യും കാലും മറ്റുള്ള അവയവങ്ങളും പറയും. എന്താ പറയുക? ഇത്തഖില്ലാ ഫീനാ, നാവിനോട് പറയാ, നാവേ നീ ഞങ്ങളുടെ വിഷയത്തിൽ അള്ളാനെ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയും. കാരണം അഹ്നുബിക്ക, ഞങ്ങൾ നിന്നിലുള്ളവ, ഞങ്ങളൊക്കെ കൂടിയതാണല്ലോ ശരീരം എന്ന് പറയണേ. അതുകൊണ്ട് നാവിനോട് മറ്റുള്ള അവയവങ്ങൾ പറയും, സൂക്ഷിക്കണം. ഫൈനിസ്തഖാംത, നീ നേരെയായാൽ, നീ ശരിയായാൽ ഞങ്ങളൊക്കെ ശരിയായി, നീ കേടുവന്നാൽ ഞങ്ങൾക്കൊക്കെ പ്രശ്നമാണ്. അപ്പൊ നാവ് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, അപ്പൊ നാവാണ് അവയവങ്ങളുടെ നേതാവ് എന്ന്. മറ്റുള്ളവർക്കൊക്കെ നാവിനെ പേടിയാണ്, എന്താണ് ഇവൻ പറയാ എന്ന നിലക്ക് നാവ് ഇങ്ങനെ ഉപദേശിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒരു അടിപിടി നടക്കുക നോക്കുക, നാവ് കൊണ്ടാണല്ലോ പലപ്പോഴും ഉണ്ടാകുക. അപ്പോൾ അടി കിട്ടലാർക്കായിരിക്കും? അത് ശരീരത്തിനാണ് കിട്ടുക, നാവിനല്ല കിട്ടുക. ഇനി പരലോകത്തെത്തുമ്പോഴോ ഈ നാവുണ്ടാക്കി ഇവനെ കൊണ്ട് ശരീരം മുഴുവനും അത് ഏൽക്കേണ്ടി വരും. അപ്പൊ ഈ ശരീരങ്ങൾ മുഴുവനും അധ്വാനിച്ചത് കൊടും തണുപ്പുള്ള സമയത്തും രാത്രി എഴുന്നേറ്റ് ഓതുകൊടുത്ത് നിസ്കരിക്കുകയാണ് മനുഷ്യന്മാര്. അതിന് കൈയും കാലൊക്കെ തണുപ്പ് അനുഭവിക്കണം. ഇതുപോലെ നോമ്പ് കാലത്താണെങ്കിൽ വയറ് പട്ടിണി കിടക്കുന്നുണ്ട്. ഇങ്ങനെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും നാവ് ദൂർത്തടിക്കുകയാണ് പറയും, നാവ് ദൂർത്തടിക്കുകയാണ്. എത്ര വ്യക്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്. നബി തിരുമേനി പറഞ്ഞു, ഹൽ തദറൂന മൽ മുഫ്ലിസ്, പരലോകത്ത് ദരിദ്രനെ പറ്റിയാ പറയുന്നത്. ഈ ലോകത്ത് ദരിദ്രന്മാർ നമുക്കറിയാം, ആരാണ് ഫക്കീർ, ആരാണ് പാവപ്പെട്ടവൻ. എന്നാ പരലോകത്ത് ദരിദ്രൻ ആരാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ സഹാബികളോട്. അവനെന്ത് ചെയ്യും? അവൻ പരലോകത്ത് വരും, ബിസ്വലാത്തിൻ വസിയാമിൻ വസക്കാത്തിൻ, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, അവന് നോമ്പെടുത്തിട്ടുണ്ട്, അതുപോലെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ആയിട്ടും വരും. പക്ഷെ അവൻ നാവ് കൊണ്ട് മറ്റവനെ പറ്റി ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവന് ചീത്ത പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഓരോന്നും. അങ്ങനെ ആ നാവിന്റെ ഇരകൾക്ക് ഇവൻ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ വീതിച്ചു കൊടുക്കുന്ന ഒരു ദുരന്തം. നാവ് ദൂർത്തടിക്കുകയാണ് ഇവൻ ചെയ്ത സൽക്കർമ്മങ്ങളെയൊക്കെ. അപ്പൊ അതില്ലാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കണം. എന്ത്? നാവിന്റെ കാര്യം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, പല സൽക്കർമ്മങ്ങളും ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ പലർക്കും നാവിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് ഓരോരുത്തരും അവനെ പറ്റി ആലോചിച്ചാൽ മതി. വേണ്ടത് തന്നെയാണോ പറയണത്? അതല്ല, പരിഹാസങ്ങളും ഗീബത്തും നമീമത്തും മറ്റുള്ളവരുടെ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നതും പല രൂപത്തിൽ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന സംസാരം, അത് ശരിക്ക് നമ്മൾ ശ്രദ്ധിക്കണം, എന്നിട്ടേ സംസാരിക്കാവും. ഒറ്റ ഹദീസും കൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ബിൻ മാലിക് നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യം. നബിയുടെ കാലത്ത് ഒരു മനുഷ്യൻ ഒരു കാര്യം പറയാം, തൂഫിയ റജുൽ മിൻ അസ്ഹാബി, ഒരാൾ മരിച്ചു, സഹാബികളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ. ഫഖാല റജുൽ, ഒരാൾ പറഞ്ഞു, അബ്ശിർ ബിൽ ജന്ന, സന്തോഷവാർത്ത അറിഞ്ഞോ, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അപ്പൊ ആ ദുഃഖിക്കും മരിച്ചാണെന്ന് നോക്കി ഇങ്ങനെ സംസാരിക്കുമല്ലോ, പ്രശ്നമില്ല, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ഇത് കേട്ടപ്പോൾ നബി തിരുമേനി പറയാ, അവലാ തദീ ഫലാലോ തകല്ലമ ഫീമാല യാനി, ഒരു സ്വർഗമുണ്ട് എങ്ങനെ ഉറപ്പിക്കാം? ഒരു വേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിക്കണേ, ഫലഅല്ലഹു തകല്ലം, ഓനൊരു പക്ഷെ ജീവിതകാലത്ത് സംസാരിച്ചിട്ടുണ്ടാവും. ഫീമാല യാനി, ആവശ്യമില്ലാത്തത് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ ദൂർത്തടിക്കാൻ അവന്റെ നാവോൻ ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നാ പറയുന്നത്. ഔ ബഖില ബിമാല യൻഖുസുഹു, അല്ലെങ്കിലോ ചെലവഴിച്ചാൽ കുറയാത്തത് പിശുക്കി വെച്ചിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചാൽ ഒന്നും കുറഞ്ഞു പോകില്ല എന്നാ ഇസ്ലാം പഠിപ്പിച്ചേ. എന്ത് ചെലവഴിച്ചാലോ പിന്നെ തന്നുകൊണ്ടിരിക്കും. എന്നിട്ട് ഇതൊന്നും അതൊന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ പിശുക്കി വെച്ചിട്ടുണ്ടാവും. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ, ഇസ്തശഹദ റജുൽ മിന്നാ യൗമ ഉഹുദ്, ഉഹുദ് യുദ്ധത്തിന്റെ അന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ രക്തസാക്ഷിയായി. അങ്ങനെ രക്തസാക്ഷികളൊക്കെ മറവ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഫവജദ ഫീ ബത്നി സഖറതൻ മർബൂത, അദ്ദേഹത്തിന്റെ വയറ്റിൽ ഒരു കല്ല് കെട്ടിയിട്ടുണ്ട്. എന്താ? വിശപ്പ് സഹിക്കാൻ കഴിയാതെയാണ് യുദ്ധത്തിൽ പങ്കെടുത്തത്. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് മരിച്ചത്. അപ്പൊ അവന്റെ ഉമ്മ കരഞ്ഞുകൊണ്ട് അവന്റെ മുഖത്തു നിന്നൊക്കെ ഇങ്ങനെ മണ്ണ് നീക്കി കൊടുക്കുന്നുണ്ട്, തടവുന്നുണ്ട്. അത് അനിയല്ല കയ്യാ ബുനയ്യ അൽ ജന്ന, മോനെ നിനക്ക് സ്വർഗമുണ്ട്, പ്രയാസമില്ല, ഞങ്ങൾക്കൊന്നും പ്രയാസമില്ല, നിനക്ക് സ്വർഗമുണ്ട് എന്ന് ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞപ്പോ, അതിന്റെ ഉമ്മ പറഞ്ഞപ്പോ നബി പറയണേ, എന്താ പറഞ്ഞാ യുദ്രീക്കില്ലല്ലോ, ഒരു സ്വർഗമുണ്ടെന്ന് പറയാൻ എനിക്കെന്താ? ആരെ പറഞ്ഞെന്ന്? സ്വർഗമുണ്ട്. ലാല്ലഹു കാന യതകല്ലമു ഫീമാല യാനി, വേണ്ടാത്തത് ഒരു പക്ഷെ അവൻ സംസാരിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എത്ര വലിയ സൽക്കർമ്മങ്ങൾ ചെയ്താലും നമ്മുടെ നാവിനെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. നല്ല ശ്രദ്ധിക്കണം.
ഈ നാവ് കൊണ്ടുണ്ടാക്കിയ ദുരിതങ്ങൾക്ക് ഒരു കണക്കുമില്ല. ചില കെലിമത്തുകൾ ചില ആൾക്കാരുടെ നാവിൽ നിന്ന് അവർക്കത് പ്രശ്നം ഉണ്ടാവില്ല. കാരണം പറഞ്ഞ് ശീലിച്ച് നാവിനെ വിലങ്ങനെ ഉപയോഗിച്ചിട്ട് ഏതാണ് നല്ലത് ഏതാണ് തിന്മാൻ പോലും അറിയാത്ത അവസ്ഥയിലേക്ക് ചിലരെത്തിയിട്ടുണ്ടാവും. അതൊക്കെ ഈ നോമ്പ് വരുന്നതിന് മുമ്പ് നമ്മളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ടാണ് സാന്ദർഭികമായി കാര്യം സൂചിപ്പിച്ചത്. അപ്പൊ റബ്ബിന് തൃപ്തിയുള്ളത് മാത്രമേ നമ്മുടെ നാവിലൂടെ വരാവൂ, അല്ലാത്തത് വരുന്നത് നല്ലോ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ശഅബാൻ മാസത്തെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ആരാധനകൾ ചെയ്തൊരു മാസമാണ്. അതിന് കാരണം പറഞ്ഞു, ഒന്ന് ജനങ്ങളൊക്കെ ശ്രദ്ധമായി നിൽക്കാൻ, അപ്പം ഞാൻ ആ സമയത്ത് ഈ ഭാഗത്തെടുക്കുകയാണ്. മറ്റൊന്ന് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. അപ്പോൾ നമ്മുടെ അമലുകൾ അള്ളാഹു ഉയർത്തും. അത് ദൈനംദിന ഉയർത്തലുണ്ട്, ആഴ്ചയിലുണ്ട്. എന്നാൽ വർഷത്തിൽ വാർഷിക ഓഡിറ്റിംഗ് നടക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സമയം ശ്രദ്ധിക്കണം. നമ്മളെ അമലുകൾ ഒരു കൊല്ലം ചെയ്തത് അതിങ്ങനെ ഉയർത്തപ്പെടുന്നു. അപ്പോൾ ഈ സമയം ഉഷാറായി നിൽക്കുക. ചെയ്യാവുന്ന സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാം, ഇല്ലെങ്കിലോ വേണ്ടാത്തൊക്കെ ചെയ്യാതിരിക്കുക. ഇത് ഫർളായ കാര്യങ്ങളൊക്കെ ഏതായാലും ചെയ്യണമല്ലോ. സുന്നത്തായ കാര്യങ്ങൾ നബി കണ്ടമാനം നോമ്പെടുത്തിരുന്നൊരു മാസം കൂടിയായിരുന്നു. അപ്പൊ ഏതായാലും ശരി, ഇവിടെ നല്ല ശ്രദ്ധിക്കാൻ നമ്മുടെ അമലുകൾ മുകളിലേക്ക് ഉയർത്തപ്പെടുന്ന സമയമാണ്. അപ്പൊ ആ സമയം നല്ല ശ്രദ്ധ വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഉണർത്തിയതാണ്. അപ്പൊ അങ്ങനത്തെ സമയത്ത് ചിലപ്പോൾ ചില വിദഗ്ധകൾ വരുന്നു, ശ്രദ്ധിക്കണേ പറഞ്ഞു. ആ കൂട്ടത്തിലാണ് ഇപ്പൊ ശഅബാൻ 15 പറ്റി ഒരു ഹദീസൊക്കെ ഉദ്ധരിച്ചിട്ട് ചിലർ നല്ലോണം പ്രചരിപ്പിക്കുന്നുണ്ട്. ആ ഹദീസാണ് ഈ മനുഷ്യ നിർമ്മിത ഹദീസ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. പണ്ഡിതന്മാർ ലഈഫും ജില്ല, അതായത് പിന്നെ ശഅബാൻ 15 അന്ന് നോമ്പ്, അന്നത്തെ നോമ്പ് അത് പ്രത്യേകം എടുക്കണം എന്ന് പറയാം. അന്നത്തെ രാത്രി പ്രത്യേക ഇബാത്തുകൾ ചെയ്യണമെന്ന് പറയാം. അത് സൂചിപ്പിക്കുന്ന ഹദീസിനെ പറ്റി, അതിനെപ്പറ്റി വലിയൊരു ഹദീസ് പണ്ഡിതൻ പറഞ്ഞ മൗദൂ എന്നാ. മൗദൂ പറഞ്ഞ മനുഷ്യന്മാരുണ്ടാക്കിയ ഹദീസിനാണ് മൗദൂ. നബി ഉണ്ടാക്കിയതല്ല, നബി പറഞ്ഞതല്ല, മനുഷ്യന്മാർ നബിന്റെ പേരിൽ പറഞ്ഞുണ്ടാക്കിയ ഹദീസിനാണ് മൗദൂ എന്ന് പറയാം. അങ്ങനെ വരെ പറഞ്ഞ ആ ഹദീസാണ്. അതുകൊണ്ട് ശഅബാൻ 15 പ്രത്യേക ഇബാദത്തില്ല. നേരെ മറിച്ച് നമ്മളെല്ലാ മാസവും 13, 14, 15 നോമ്പെടുക്കുമല്ലോ. അങ്ങനെയുള്ളതിന് പ്രശ്നമല്ല. നേരെ മറിച്ച് അന്ന് മാത്രം ശഅബാൻ 15 മാത്രം ബറാത്ത് നോമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നോമ്പിന് തെളിവില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അത് ബിദഅത്തായി മാറും. സാധാരണഗതിയിൽ ആൾക്കാർ വ്യാഴം, അതുപോലെ തിങ്കൾ, 13, 14, 15 ഇങ്ങനെയൊക്കെയുള്ള എടുക്കാനൊന്നും പ്രശ്നമല്ല. അതിന് മാത്രം ഒരു പ്രത്യേകം നമ്മുടെ വക കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ അത് ബിദഅത്തായി മാറും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും ശരി, ഇത്തരം വിഷയങ്ങൾ പിന്നെ ഹദീസിന് പിന്നെ ഇങ്ങനെയുള്ള അമലൊന്നും ഇല്ലാത്തൊരു ഹദീസിനെ പറ്റി ചിലർ പറയേണ്ടത് നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടാവുക വിചാരിച്ച് ഞാൻ പറയാണ്. അതായത് 15 രാത്രി അള്ളാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കല്ലാത്ത മോമിൻ അള്ളാഹ് പുറത്തു കൊടുക്കും. എന്നാൽ ചിലർ പകയും വിദ്വേഷവുമായി നിൽക്കുന്ന ആളാ പകയും വിദ്വേഷം പിണക്കും മാറുന്നത് വരെ അവനെ നീട്ടിവിടും, അവൻ്റെതവിടെ പെൻഡിങ്ങിൽ വെക്കും എന്നൊക്കെ പറഞ്ഞൊരു ഹദീസ്. ചിലർ വൈഫാണ്, ചിലത് അതിൽ സനത് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതൊരു അമൽ ചെയ്യാനോ അതിൽ പറഞ്ഞിട്ടില്ല. ഒന്ന് മുവഹിദാകുക എന്നുള്ള തൗഹീദിന്റെ ആളാകുകയാണ്, അതിൽ പ്രത്യേക അമൽ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. മറ്റൊന്ന് നമ്മൾ പകയും വിദ്വേഷമൊന്നും പറ്റൂല, ഒക്കെ സുൽഹായി മാറണം എന്നേലുള്ളൂ, നന്നാവണം എന്നാ. അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ നാവിന് ശ്രദ്ധിക്കണം, മറ്റുള്ള കാര്യമൊക്കെ ശ്രദ്ധിക്കണം, നല്ല ആൾക്കാരാവണം എന്നുള്ള അറിയിപ്പ് മാത്രമേ അതിലുള്ളൂ. അപ്പൊ ഏതായാലും ശരി, പുതിയ ഇബാത്തുകൾ ഉണ്ടാക്കാതെ സാധാരണഗതിയിൽ നമുക്ക് ചെയ്യുക സൽക്കർമ്മങ്ങളൊക്കെ വർദ്ധിക്കാം. വേറൊരു പുതിയൊരു കാര്യം നമ്മുടെ വക ഉണ്ടാക്കുന്നത് അത് നന്നായി ശ്രദ്ധിക്കണം എന്നേ അതിനൊക്കെ കിട്ടുന്നുള്ളൂ. അപ്പൊ ഏതായാലും ശരി, ഈ മാസം നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ളത് തന്നെയാണ്, ഒരു സംശയവുമില്ല. അപ്പൊ നല്ലതൊക്കെ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക. പറ്റുന്നവരില്ലെങ്കിൽ തിന്മകളിൽ അകപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വാർഷികമായി നമ്മുടെ അമലുകൾ ഉയർത്തുന്ന മാസമായതുകൊണ്ടാണ് ആ വിഷയം കൂടി ഒരിക്കൽ കൂടി സൂചിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു സൽക്കർമ്മങ്ങൾ ചെയ്ത് നന്നായി മുന്നേറാനുള്ള തൗഫീഖ് നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബിന് വെറുപ്പുണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അകറ്റി നിർത്തുമാറാവട്ടെ. നമ്മയൊക്കെ അള്ളാഹു
ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. واخر دعوانا ان الحمد لله رب العالمين وصلى الله على محمد.